എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചപ്പാത്തിയോടൊപ്പം ചോറിനോടൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൂട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാനത് യൂഷ്വലി ചോറിനോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചപ്പാത്തിയോടൊപ്പം ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ചൗചൗ അഥവാ ഈ ബാംഗ്ലൂർ ബ്രിഞ്ചോൾ എന്ന് പറയുന്ന വെജിറ്റബിൾ ആണ്. അപ്പോൾ ചൗചൗ, ബാംഗ്ലൂർ ബ്രിഞ്ചോൾ, ചയോട്ടെ അങ്ങനെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ സാധാരണ വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടാൻ പാടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ട്രൈ ചെയ്താൽ ഇത് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം മീഡിയം സൈസിനുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 5 പച്ചമുളക് നടുകെ കീറി യൂസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഹാഫ് കപ്പ് മൂങ് ദാൽ, അതായത് നമ്മുടെ ചെറുപയർ ഉടച്ചെടുത്ത മൂങ് ദാൽ ഒരു ഹാഫ് കപ്പും അതിൻ്റെ താഴെയുള്ള കപ്പിൽ, അതായത് അതിൻ്റെ പാതിയായിട്ട് നമ്മുടെ ചനാ ദാൽ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് രണ്ടും ഞാൻ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു 3-4 വെള്ളം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങയും ഒരു 1/4 ടീസ്പൂണിന്റെ അളവിന് ജീരകവുമാണ്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. തൽക്കാലം ഞാനിതിവിടെ വെക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ, അതായത് നമ്മുടെ ചൗചൗ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലി ഞാനിതുപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ തൊലി മൊത്തം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു ബൈറ്റ് സൈസ് പീസിന് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബൈറ്റ് സൈസ് പീസാക്കി ഞാൻ ആ 2 ചൗചൗവും മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കുതിർത്തിയെടുത്ത ഈ 2 പരിപ്പും ഞാൻ ഒരുമിച്ച് കുക്കറിൽ ആഡ് ചെയ്ത് ഒന്ന് 2 വിസിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിസിൽ ആയതിനു ശേഷം നന്നായിട്ട് വെയിറ്റ് ചെയ്ത് പ്രഷർ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ വിസിൽ വെച്ചാൽ മതിയാകും. ഇല്ല, 2 വിസിൽ വെച്ച ഉടനെ നമ്മളത് പ്രഷർ മാനുവലി ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ വെക്കുക. പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ചെയ്തിട്ട്, കാരണം നമുക്കിവിടെ ദാല് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. വെന്ത് കിട്ടിയാൽ മതിയാവും. പക്ഷെ നമുക്ക് ആ കറിയിൽ കുറച്ച് കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ കിടക്കുന്നതായിരിക്കും ടേസ്റ്റിന് നല്ലത്. ഇനി നമുക്ക് താളിച്ചെടുക്കണം. നമുക്ക് സാധാരണ താളിക്കുന്ന പോലെ തന്നെ കടുകും നമ്മുടെ ചുവന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിനുള്ള ഇഞ്ചിയും കൂടെ എടുത്ത് ചതച്ച് ചേർക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വേവിക്കണം. പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഞാനത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.
തക്കാളി സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിന് ഫെനൽ സീഡ്, അതായത് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മറ്റു പൊടികളൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടിയും ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനിയിൽ നമുക്ക് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചൗചൗ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ചൗചൗ ചേർത്ത് കഴിഞ്ഞാൽ ചൗചൗവിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അധികം ചേർക്കാതിരിക്കുക, കാരണം നമ്മൾ ദാല് വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പും എണ്ണയും ചേർത്താണ് വേവിക്കാൻ വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതുപോലെ അടച്ചു വെച്ചാണ് ചൗചൗ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചൗചൗ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചൗചൗ ഏകദേശം ഒരു പാതി കൂടുതൽ വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പാതി കൂടുതൽ ഈ ചൗചൗ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ദാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാലിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടില്ല, എന്നാൽ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ദാല് അങ്ങനെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉടയ്ക്കുന്നൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങ് ചേർക്കുവാണ്. ഈ ദാലും ചേർത്ത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായിട്ട് ഇത് രണ്ടിലും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അധികം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കറിയായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്കിവിടെ നല്ല കൂട്ടായിട്ടാണ് വേണ്ടത്. അതായത് നമ്മുടെ കിച്ചടിയും പച്ചടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത്യാവശ്യം ഒരു കൂട്ട് പരുവത്തിനായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ദാലൊക്കെ ചേർത്തതുകൊണ്ട് സമയം കഴിയും തോറും അത് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൗചൗ കൂട്ടെന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റിൽ റെഡിയാക്കാൻ പറ്റിയ അടിപൊളി ഒരു കൂട്ടിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.